ഇതുപോലൊരു ഐറ്റം കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ഒന്ന് നോക്കിയേ. അറിയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ എങ്കിലും ഇതുപോലൊരു വെറൈറ്റി എന്തായിരിക്കും ഇതിൽ വെറൈറ്റി എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഈ പായസത്തിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനായിട്ട് ഈ പായസത്തിന് പറയണമെന്നുണ്ടെങ്കിൽ SMS പായസം എന്ന് പറയാം. SMS എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സേമിയ മാംഗോ സബ്ജ സീഡ്. എങ്ങനെ 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 കേട്ടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാവില്ലേ? അതായത് സേമിയ മാംഗോ ലാസ്റ്റ് പറഞ്ഞത് സബ്ജ സീഡ്. ഈ സേമിയ മാംഗോ ഒക്കെ ഓക്കെ, അത് വെച്ചിട്ട് പല ടൈപ്പ് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സേമിയ മാംഗോ ഒക്കെ ചേർത്തിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ സബ്ജ സീഡ് എവിടെ നിന്ന് വന്നു? സാധാരണ നമ്മളത് വെള്ളത്തിലല്ലേ കുടിക്കാറുള്ളത്, നമ്മൾ ജ്യൂസിൻ്റെ കൂടെ ഡെസേർട്ടിൻ്റെ കൂടെ അങ്ങനെ പല കാര്യങ്ങളും മിക്കവാറും ജ്യൂസുകളുടെയും ഷേക്കുകളുടെയൊക്കെ കൂടെ ആയിരിക്കും ഈ സബ്ജ സീഡിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവർ ആ സ്ഥാനം ഒന്ന് മാറ്റി പിടിക്കുകയാണ്, കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ്. ഈ സബ്ജ സീഡ് വളരെ ഹെൽത്തി ആട്ടോ. കുറച്ച് സമയം വെള്ളത്തിയിട്ട് കഴിയുമ്പോൾ ഇത് നല്ല വീർത്ത് വരും. അത് കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മുടെ ഈ ഒരു ചൗരിയൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു ടെക്സ്ചറാണ് നമ്മുടെ ഈ ഒരു സബ്ജ സീഡിനുള്ളത്. അപ്പോൾ അതവിടെ കുതിർന്ന് റെഡിയായിരിക്കട്ടെ. ഇനി അടുത്ത് വേണ്ടത് മാംഗോയാണ്. ഈ പായസത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സംഭവം കിഡിലൻ ടേസ്റ്റാണ്. നമ്മൾ കിടുക്കാച്ച ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞു പോകും. കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. ഇതിലിടുന്ന എല്ലാ സാധനങ്ങളും നല്ല മെൽറ്റായി പോകുന്ന ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നല്ല പഴുത്ത് നല്ല മധുരമുള്ളത്, കുറച്ച് കൂടുതൽ മധുരമുള്ള മാംഗോയാണ്. അപ്പോൾ മാംഗോ ഇതുപോലെ മിക്സിയിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ സബ്ജ സീഡ് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, മാംഗോ ഇവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മുടെ സേമിയ എന്ത് ചെയ്യണം? നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ സബ്ജ സീഡ് നല്ല പോലെ ഒരു എൻ്റെ ഒരു അറിയാലോ എല്ലാവർക്കും, അങ്ങനെ അതിൻ്റെ ഒരു ടെക്സ്ചർ വേറെ രീതിയാണ്. മാംഗോ എന്ന് പറയുമ്പോൾ അത് നല്ല പ്യൂരി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടെക്സ്ചർ കിട്ടണം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഒരുപാട് ഇങ്ങനെ കുഴയാതെ നല്ല രീതിയിൽ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു റെഡ് കളർ ആവുന്നവരെ അത് വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണ്? പാല് ചൂടാക്കുക. അപ്പോൾ പാല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇതിൽ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാല് തിളച്ച് അതിൽ ആ പാൽപ്പാടയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒഴിക്കുന്ന പാലിന് കുറച്ചൊന്ന് വറ്റുന്ന പോലെ ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം ആദ്യം ചേർക്കുന്നതേ അതാണ്, ഇവിടെയാണ് വെറൈറ്റി. നമ്മുടെ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബ്ജ സീഡ് ചേർത്ത് തിളപ്പിച്ച് എന്ത് സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഒന്നും സംഭവിക്കില്ല, ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ സബ്ജ സീഡ് ചേർത്തിട്ട് ഈ പാലിങ്ങനെ ഒന്ന് തിളപ്പിക്കുകയാണേ. അപ്പോൾ ഇതിങ്ങനെ തിളച്ചുണ്ടല്ലോ. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതിങ്ങനെ ചേരുമ്പോൾ ഇതിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് ഏകദേശം പാലും സബ്ജ സീഡും കൂടെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. അപ്പോൾ സീഡ് ഇങ്ങനെ വേഗമൊന്നുമില്ലല്ലോ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലിനി അടുത്ത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് വീണ്ടും ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ച്. അപ്പോൾ നമ്മുടെ ഹെൽത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹെൽത്തിയും ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ടേസ്റ്റി ഉള്ളൊരു പായസമാണിത്. അതെന്താണെന്ന് ഇനി ഞാൻ പറയണ്ടല്ലോ. പാലിൽ പഞ്ചസാരയും ചേർത്ത് അതിൽ ഈ നമ്മുടെ അരച്ച മാമ്പഴമൊക്കെ ആണ് ചേർക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇനി ഒന്നും പറയണ്ട, എന്തായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ സബ്ജ സീഡ് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഈ ജ്യൂസിൻ്റെ ഒപ്പം സബ്ജ സീഡ് ഭയങ്കര ഇഷ്ടമല്ല എല്ലാവർക്കും. ഇപ്പോൾ മിക്കവാറും വെള്ളത്തിൽ വെറുതെ ഇട്ടിട്ട് തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല ചൂടായി കഴിയുമ്പോൾ നന്നായി ചൂടായി വറുത്തെടുത്ത ആ ഒരു സേമിയ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സേമിയ വേകാനായിട്ട് കുറച്ച് സമയം വേണം. സബ്ജ സീഡ് അങ്ങനെ വേകാനായിട്ടൊരു സമയമൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കുന്നത് മാമ്പഴത്തിനും അധികം സമയം വേണ്ട, അതുകൊണ്ട് തന്നെ നമ്മുടെ സേമിയ ആദ്യം വേവിച്ചെടുക്കുക. അപ്പോൾ സേമിയ വറുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെറുതെ സേമിയ പാല് ഈ പഞ്ചസാര ഇതൊന്നും അല്ലാതെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് എന്ന് വേണം പറയേണ്ടത്. ഈ പായസം ഒത്തിരി ഹെൽത്തിയാണ്, ഒത്തിരി ടേസ്റ്റിയാണ്. ഇനി നമ്മുടെ ഈ ഒരു സേമിയ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിൻ്റെ ആ ഒരു രൂപത്തിലൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സേമിയ വേകണം, ഏലക്കപ്പൊടിയുടെ മണമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും വീട് മുഴുവൻ അടുത്ത വീട്ടിലൊക്കെ ആ മണം വരണം. അപ്പോഴേ നമുക്ക് പായസം ഉണ്ടാക്കിയതായിട്ടൊരു ഫീലൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ സബ്ജ സീഡിനെ ഇതുപോലെ നമ്മുടെ സേമിയം വെന്ത് കഴിയുമ്പോൾ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാമ്പഴം ഇല്ലേ, ആ പഴുത്ത് കുറച്ചധികം മധുരമുള്ള ആ മാമ്പഴം ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കൊതിയാവില്ലേ? അതാണ് ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും നെയ്യ് ഒഴിച്ചതാണോ? നെയ്യല്ല, മാമ്പഴമാണ്. മാമ്പഴം ഒഴിച്ചതിന് ശേഷം
ഇതുപോലെ വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കും. കുറച്ച് നേരം കഴിയുമ്പോഴേ ഈ മാമ്പഴവും സേമിയയും സബ്ജാ സീഡും പാലും പഞ്ചസാര ഒക്കെ കൂടെ അങ്ങോട്ട് കൂട്ടായി കഴിഞ്ഞിട്ട് മാമ്പഴത്തിന് ചെറിയൊരു മഞ്ഞ കളറും നമുക്കിങ്ങനെ കുടിച്ചാൽ മതി എന്ന് തോന്നുന്നൊരു മണവും വരും കേട്ടോ. അവിടെയാണ് ഇതിൻ്റെ ഒരു വിജയം. അപ്പോൾ പായസം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. പായസത്തിൽ ആ ഒരു മാമ്പഴം ഇടയ്ക്കിടയ്ക്ക് അലിയാതെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാൻ നല്ല കിടിലൻ ടേസ്റ്റിലൊരു പായസമാണ്. ഇനി ഞാൻ പറയണ്ടല്ലോ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗംഭീരമാണ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു സേമിയയും പഞ്ചസാരയും മാമ്പഴവും സബ്ജാ സീഡും ഏലക്കാപ്പൊടിയും ഒക്കെ കൂടെ ചേർന്നിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പായസമാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു രീതിയിൽ വേണം എടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നാവിലിങ്ങനെ അലിഞ്ഞിറങ്ങി പോവും ആ ഒരു മാമ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും സബ്ജാ സീഡിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു സേമിയയുടെ ഒരു സോഫ്റ്റ്നെസ്സും ഇതിനൊക്കെ പുറമേ ഏലക്കയുടെ മണവും ഒക്കെ കൂടെ ആകുമ്പോൾ എൻ്റെ പൊന്നോ ഇത് എന്ത് പായസം എന്നറിയോ, അടിപൊളി പായസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് മാമ്പഴക്കാലമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും മാമ്പഴം കിട്ടും എവിടെയെങ്കിലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. മാമ്പഴം മേടിക്കുക, സബ്ജാ സീഡ് പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ട്, അതും മേടിക്കുക. സേമിയ എന്തായാലും ഓണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ വീട്ടിൽ എന്തായാലും കുറച്ച് സേമിയയില്ലേ ആ സേമിയ എടുക്കുക. പാല് പിന്നെ എല്ലാ ദിവസവും മേടിക്കും, പഞ്ചസാര എന്തായാലും വീട്ടിലുണ്ടാവും, പിന്നെ ഇപ്പോൾ ഉണ്ടാക്കി കൂടെ. അപ്പോൾ വേഗം ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റിലുണ്ട്, നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.